യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. അപ്പം 1-ാം അധ്യായത്തിങ്കൽ ഹബക്കൂക്ക് ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും, ഞാൻ എത്ര നിലവിളിച്ചിട്ടും നീ എന്താ കർത്താവേ ഇതൊന്നും കേൾക്കാത്തെ? സാഹസ നിമിത്തം ഞാൻ ഇത്രത്തോളം നിന്നോട് നിലവിളിച്ചിട്ടും നീ എന്താ ദൈവമേ എന്നെ രക്ഷിക്കാത്തെ? ഹബക്കൂക്ക് ചോദിക്കുകയാണ് ദൈവത്തോട്. ഹബക്കൂക്ക് അവിടെ കാണുന്നത് ദൈവം പ്രവർത്തിക്കാതിരിക്കുന്നു, ദൈവം രക്ഷിക്കാതിരിക്കുന്നു. താഴോട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ നീ നീതികേട് കാണുമാറാകുന്നതും പീഡനം വെറുതെ നോക്കി നിൽക്കുന്നതും എന്തിന്? കവർച്ചയും സാഹസവും എൻ്റെ മുമ്പിലുണ്ട്, കലഹം നടക്കുന്നു, ശണ്ടയുളവായി വരുന്നു. അവിടെ വായിക്കുകയാണ് 8-ാമത്തെ വാക്യത്തിനകത്ത്, നീ ദുഷ്ടന്റെ ദോഷം എന്ത് ചെയ്യുന്നില്ല? കണക്കിടുന്നില്ല. 13-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 13-ാമത്തെ വാക്യത്തിൽ ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണാൻ കഴിയാത്തവനുമായുള്ളവേ, ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നതും. ഒന്ന് ശ്രദ്ധിക്കണേ. തോന്നുന്നുണ്ടോ കർത്താവെ നീ രക്ഷിക്കാതിരിക്കുന്നത് എന്ത്? നീ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നത് എന്ത്? നീ പ്രവർത്തിക്കാതിരിക്കുന്നത് എന്ത്? നീ ദുഷ്ടന്റെ ദോഷം കണക്കിടാതിരിക്കുന്നത് എന്ത് എന്നാർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അതൊരു 1-ാം അധ്യായം കേട്ടോ. പക്ഷെ 2-ാം അധ്യായം എടുത്തേ, ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായം എടുത്തേ. 2-ാം അധ്യായത്തിന്റെ 2 മുതൽ വാക്യങ്ങൾ. യഹോവ എന്നോട് ഉത്തരം അരുളിയത് കണ്ടോ. 1-ാം അധ്യായത്തിൽ മിണ്ടാതിരിക്കുന്ന ദൈവം, ശ്രദ്ധിച്ചോ, മിണ്ടാത്ത ദൈവം, ഉത്തരം പറയാത്ത ദൈവം, മറുപടി തരാത്ത ദൈവം, ദുഷ്ടന്റെ ദോഷം കണക്കിടാത്ത ദൈവം, വെറുതെ നോക്കി നിൽക്കുന്ന ദൈവം. പക്ഷെ 2-ാം അധ്യായത്തിൽ വന്നപ്പോ രംഗം മാറി. എന്താണ്? ദൈവം ഹബക്കൂക്കിന് ഉത്തരം കൊടുത്തു. ജീവിതത്തിൽ ദൈവം എന്തേ ഈ വിഷയത്തിന് മറുപടി തരാത്തത്? ദൈവം എന്തേ മിണ്ടാതെ ഇരിക്കുന്നത്? ദൈവം എന്തേ പ്രവർത്തിക്കാതെ ഇരിക്കുന്നത് എന്നൊരു 1-ാം അധ്യായം നിങ്ങൾക്കുണ്ടെങ്കിൽ മക്കളെ, 1-ാം അധ്യായം കൊണ്ട് നിന്റെ ചരിത്രം തീരില്ല. നിന്റെ ജീവിതത്തിൽ ഒരു 2-ാം അധ്യായം ഉണ്ടാകും. ദൈവം സംസാരിക്കുന്ന, ദൈവം ഇടപെടുന്ന, ദൈവം മറുപടി തരുന്ന, ദൈവം ഉത്തരമരുളുന്ന, ദൈവം ദർശനങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരു 2-ാം അധ്യായം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഇത് ഇന്ന് ഈ സന്ദേശം ഏറ്റെടുക്കുന്നവർ ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ദൈവം മിണ്ടാതിരുന്ന ഒരു 1-ാം അധ്യായമുണ്ട്. ദൈവം നോക്കി നിന്ന ഒരു 1-ാം അധ്യായമുണ്ട്. ദുഷ്ടന്റെ ദോഷം കണക്കിടാതിരുന്ന ഒരു 1-ാം അധ്യായമുണ്ട്. എന്തേ ദൈവമേ നീ അവിടുന്ന് പ്രവർത്തിക്കാത്തത്, മിണ്ടാതിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ച ഒരു 1-ാം അധ്യായമുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ അറിയിക്കുന്നു, ഈ ഒരു 1-ാം അധ്യായം കൊണ്ട് നിന്റെ ചരിത്രം തീരുന്നില്ല, നിന്റെ ജീവിതം അവസാനിക്കുന്നില്ല. നിനക്കൊരു 2-ാം അധ്യായമുണ്ട്. ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്ന, സംസാരിക്കുന്ന ഒരു 2-ാം അധ്യായം. സാഹചര്യങ്ങളുടെ നടുവിൽ അല്പമായി പിറുപിറുത്തു പോയി, സംശയിച്ചു പോയി, അങ്ങ് പറഞ്ഞു പോയി, എൻ്റെ ദൈവമേ എന്നുള്ള കുറ്റബോധമൊന്നും അകത്ത് വേണ്ട. അവൻ എന്താ ദൈവമേ നീ പ്രവർത്തിക്കാത്തത് എന്ന് ചോദിച്ച നിന്നെ കൊണ്ട് നിന്റെ കാതിൽ അവൻ ഉത്തരം തരുന്ന മണിക്കൂറുകളുണ്ട്. നിന്റെ കരത്തിൽ അവൻ മറുപടി തരുന്ന നിമിഷങ്ങളുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? ആണ്ടുകൾ തീരും മുൻപേ, വർഷങ്ങൾ തീരും മുൻപേ അവന്റെ പ്രവൃത്തിയെ അവൻ ചെയ്തിരിക്കും. അവൻ അതിനെ ജീവിപ്പിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേർ വിളിച്ചു പറയും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും?